കഞ്ഞി കുടിക്കുകയാണ്. അമ്മയുടെ പ്രിപ്പറേഷനാണ് ഇന്ന്. തിരുവാതിര കഞ്ഞി, ഗോതമ്പ് കഞ്ഞി നാളെ പാൽ വെച്ച് വെച്ചത്. ഇത് മാങ്ങാപ്പെരുക്ക് എന്ന് പറയും. മാങ്ങയുടെ നാളികേരവും കടുകും തൈരും മുളക് പൊടി ഉണ്ടാക്കിയതാണ്. കടുക് മിക്സിയിലിട്ട് പതുക്കെ ഞാനിത് പച്ചമുളക് കൂടാം. ഇതിൽ ചുമന്ന കളറിൽ ഉണ്ടാക്കിയത്. പുഴുക്ക്, പപ്പടം. പുഴുക്കുണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കൂ. പുഴുക്ക് പണ്ട് മുതിരയായിരുന്നു, ഇപ്പം പയറുണ്ടാക്കണേ നമ്മൾ. പയറ് അടുപ്പത്ത് വേവിച്ചിട്ട് നേന്ത്രക്കായ, മധുരക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ്, നമ്മൾ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും, ചിലപ്പോൾ കപ്പാന്ന് പറയും, അത് കൂർക്ക എല്ലാം കൂടിയിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഇട്ട് പുഴുക്ക്, നാളികേരം, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നാളികേരവും ജീരകവും എല്ലാ നൊയമ്പ് മുതല തിരുവാതിരപ്പുഴക്കിന് ഉള്ളി ചേർക്കാം. അങ്ങനെ ഉള്ളി ചേർത്ത് പച്ചമുളക് ഉള്ളിയൊക്കെ കൂട്ടി അരച്ച് പുഴുക്കുണ്ടാക്കും നമ്മൾ, അധികം വെള്ളമില്ലാണ്ട്. അതായത് മണ്ണിനടിയിൽ വളരണ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ആദ്യം മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുക. പിന്നെ അത് വെന്ത് വരുമ്പോൾ പയറോ മുതിരയോ നമുക്ക് ഇഷ്ടമുള്ള ധാന്യം, ചിലർ രണ്ടും കൂടി ഇടും, പയറും മുതിരയും കൂടി വേവിച്ചിട്ട് ഈ കിഴങ്ങിൽ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി വേവിച്ചല്ലോ, അത് രണ്ടും കൂടി മിക്സാക്കി ഒന്നിട്ട് നാളികേരവും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കരിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ തിരുവാതിരപ്പുഴുക്ക് റെഡി ആട്ടോ. അവസാനം നല്ലോണം വെളിച്ചെണ്ണയും കരിവേപ്പിലയും, അതാണ് മെയിൻ. തിരുവാതിരയ്ക്ക് മാത്രമല്ല, അല്ലാത്തപ്പോഴും നമുക്ക് പുഴുക്കൊക്കെ കഴിക്കാം കേട്ടോ, കഞ്ഞിയും പുഴുക്കൊക്കെ. എന്തായാലും ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ. അപ്പം ശരി.